ഇന്ന് നമുക്ക് ചെമ്മീൻ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊരു 20-25 പ്രോൺസ് കാണും. ഇടത്തരം വലിപ്പമുള്ള പ്രോൺസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പ്രോൺസ് ഇവിടെ കഴുകി വൃത്തിയാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് വേവിച്ച് നടുവേ മുറിച്ച് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക്, ഇടത്തരം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. 1 സവോള, കുറച്ച് മല്ലിയില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണിൽ കൂടുതൽ ഗരം മസാല, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് കൂട്ടുകളെല്ലാം വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് മുറിച്ചെടുത്തിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ എടുത്തിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയൊന്ന് മിക്സിയിൽ കറക്കി എടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം തന്നെ കട്ട്ലേറ്റിന് ആവശ്യമായ പ്രോൺസും ഒന്ന് വേവിച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് പ്രോൺസിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, ഗരം മസാലയുടെ പകുതി, അരപ്പിൻ്റെ ബാക്കി ഇവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ അരയ്ക്കുമ്പോൾ ഏകദേശം 2.5 ടീസ്പൂണാണ് കിട്ടുന്നത്. ഉപ്പും കൂടെ ചേർത്ത് കൈകൊണ്ടൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം. 1 സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്താലും മതി. കൈകൊണ്ട് ഇതുപോലെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ കൈ നീറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിന് മുകളിലായിട്ട് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നേരത്തെ തന്നെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് പൊടിച്ചു വെക്കാം. ബാക്കി കാര്യങ്ങൾ റെഡിയാക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഉള്ളിയുടെ കൂട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ചെമ്മീനും ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സവോളയുടെ കൂട്ടിപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ച് ചേർത്ത് കൊടുത്ത് ഉരുളക്കിഴങ്ങും ഒന്ന് ഇളക്കി നല്ല സെറ്റായിട്ട് എടുക്കണം. എങ്കിൽ മാത്രമേ ഇതിനൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഈ സമയമായപ്പോഴേക്ക് ചെമ്മീനിലെ വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തീ ഒന്ന് കൂട്ടിയിട്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കാം. ചെമ്മീൻ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചൊന്ന് മുറിച്ച് നോക്കാം. ഇപ്പോൾ ചെമ്മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് മിക്സിയിലൊന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത ചെമ്മീൻ ബാക്കി ചേരുവകളിലേക്ക് ചേർത്ത് ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കാം. 5 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില ചെറുതായിട്ട് മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി കുറച്ച് ഗരം മസാല ഇരിപ്പുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. അടുപ്പത്ത് നിന്ന് ഇത് മാറ്റിയിട്ടുണ്ട്. ഇത് 2 ചെറിയ മുട്ടയുടെ വെള്ളയാണ്. വലിയ മുട്ടയാണെങ്കിൽ 1 മുട്ടയുടെ വെള്ള മതി. ഇതൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുത്തില്ലെങ്കിൽ ഈ മുട്ടയുടെ വെള്ളം തികയാതെ വരും. കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. ഇത് നേരത്തെ തന്നെ പൊടിച്ച് ഫ്രീസറിൽ വെച്ചതാണ്. ഇതുപോലെ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ബ്രെഡ് ക്രംസ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ കട്ട്ലേറ്റിൻ്റെ കൂട്ട് കൈകൊണ്ട് തൊടാവുന്ന വിധത്തിലൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങും പ്രോൺസും ഒക്കെ പൊടിയാതെ വലിയ കഷ്ണങ്ങളായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കട്ട്ലേറ്റ് പൊടിഞ്ഞു പോയി അതിൽ എണ്ണയൊക്കെ കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതുപോലെ ചേരുവകളൊക്കെ നന്നായി യോജിപ്പിച്ചൊന്ന് പൊടിച്ചെടുക്കാം. കട്ട്ലേറ്റിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബോളാക്കിയതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ വളരെ ചെറുതായിട്ട് ഓവൽ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്.
ഒരുവിധം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഇത് ലൂസായിട്ട് ഇരിക്കരുത്. ഒരു കട്ട്ലേറ്റിൽ ഒരു പ്രോൺസ് വരുന്ന രീതിയിലാണ് ഞാനിവിടെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. കട്ട്ലേറ്റ് എല്ലാം ഇവിടെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കാം. അടുത്തതായി ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് മുട്ടയുടെ വെള്ളയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ തന്നെ ചെയ്തു വെക്കാം. പകുതി കട്ട്ലേറ്റ് ഇവിടെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസിന് പകരം റസ്ക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടും. നല്ല ചൂടായ എണ്ണയിലേക്ക് കട്ട്ലേറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. ചൂട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കട്ട്ലേറ്റൊക്കെ പൊട്ടി അതിനകത്തേക്ക് എണ്ണ കയറും. അതുകൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് തീ കുറച്ചിടണം. അടുത്ത പ്രാവശ്യം പ്രോൺസ് മേടിക്കുമ്പോൾ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.